ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ആൾജിബ്രയിലെ ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കായ കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസിനെ പറ്റി പഠിക്കാം. പേര് കുറച്ച് കട്ടിയാണെങ്കിലും കോൺസെപ്റ്റ് സിമ്പിൾ ആണ്. കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസ് എന്നാൽ രണ്ട് ഫംഗ്ഷനുകളെ കണക്ട് ചെയ്യുന്ന പ്രോസസ് ആണ്. അവിടെ ഒന്നാമത്തെ ഫംഗ്ഷന്റെ റിസൾട്ട് ആയിരിക്കും രണ്ടാമത്തെ ഫംഗ്ഷന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇറ്റ്സ് ലൈക്ക് ഡൂയിങ് വൺ ആക്ഷൻ ഫസ്റ്റ് ആൻഡ് ദെൻ ഇമ്മീഡിയറ്റ്ലി അപ്ലൈയിങ് അനദർ ആക്ഷൻ ടു ദ ഔട്ട്കം ഓഫ് ദ ഫസ്റ്റ്. ഇപ്പോൾ നമ്മുടെ അടുത്ത് f, g എന്നീ രണ്ട് ഫംഗ്ഷൻസ് ഉണ്ടെന്ന് കരുതുക. Then the composition is written as f composed with g of x is equal to f of g of x. എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം g of x കാണണം, എന്നിട്ട് കിട്ടുന്ന റിസൾട്ടിനെ f ൽ അപ്ലൈ ചെയ്യണം. ഇവിടെ ഒന്നാമത്തെ ആക്ഷന്റെ ഔട്ട്പുട്ട് ആണ് രണ്ടാമത്തേന്റെ ഇൻപുട്ട്. ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് നമുക്കൊരു മാത്സ് എക്സാമ്പിൾ നോക്കാം. f of x is equal to 2x plus 1 ഉം g of x is equal to x square ഉം ആണെങ്കിൽ f of g of x is equal to f of x square is equal to 2 of x square plus 1 is equal to 2x square plus 1. If x is equal to 3, g of 3 is equal to 9. Then f of 9 is equal to 18 plus 1 is equal to 19. ഒരു ഫംഗ്ഷന്റെ എൻഡ് പോയിന്റ് മറ്റൊന്നിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആകുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ഇനി ചില റിയൽ ലൈഫ് എക്സാമ്പിൾസ് പറഞ്ഞു തരാം. നിങ്ങൾ 100 രൂപയ്ക്ക് റീചാർജ് ചെയ്യുന്നു എന്ന് കരുതുക. ഫസ്റ്റ് സ്റ്റെപ്പിൽ 18% GST ഡിഡക്ഷൻ ഉണ്ടെങ്കിൽ g of 100 is equal to 100 minus 18% of 100, which is 18 is equal to 82. അതിന്റെ കൂടെ ഓപ്പറേറ്റർ 20% ബോണസ് ടോക്ക് ടൈം ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ f of 82 is equal to 82 plus 20% of 82, അതായത് 82 plus 16.4 is equal to 98.4. അപ്പോൾ ഫൈനൽ ബെനിഫിറ്റ് ₹98.40 ടോക്ക് ടൈം ആയിരിക്കും. ഇവിടെ നടക്കുന്ന പ്രോസസ് എന്തെന്നാൽ റീചാർജ് എമൗണ്ട് 100 രൂപയിൽ നിന്ന് 18% GST ഡിഡക്ട് ചെയ്യുന്നു. അതാണ് സ്റ്റെപ്പ് 1. അതിൽ നിന്നുള്ള റിസൾട്ട് ആയ 82 രൂപയിൽ 20% ബോണസ് അപ്ലൈ ചെയ്യുന്ന പ്രോസസ് ആണ് സ്റ്റെപ്പ് 2. അങ്ങനെ ഫൈനൽ ടോക്ക് ടൈം ആയ 98.40 ലഭിക്കുന്നു. So composition of functions simply means one action after another. ഇത് വെറും ഒരു മാത്സ് തിയറി മാത്രമല്ല, റിയൽ ലൈഫിൽ എല്ലായ്പ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ്. That's all for today. ഫംഗ്ഷൻസിന്റെ ആപ്ലിക്കേഷനെ പറ്റി ക്ലിയർ ആയി മനസ്സിലായെന്ന് കരുതുന്നു. കൂടുതൽ മാത്സ് ടോപ്പിക്സിന്റെ സിമ്പിൾ എക്സ്പ്ലനേഷൻസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീണ്ടും കാണുന്നത് വരേക്കും ഗുഡ് ബൈ.